ഹായ് സ്റ്റുഡൻസ്, സിവിൽ ടിപ്സ് PSCയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബിൽഡിംഗ് മെറ്റീരിയൽസിൽ ടിമ്പർ എന്ന ചാപ്റ്ററാണ്. ബിൽഡിംഗ് മെറ്റീരിയൽസിൽ ടിമ്പർ എന്ന ചാപ്റ്ററാണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമ്മൾ പഠിക്കുന്നത് സ്ട്രക്ചർ ഓഫ് എ ട്രീ. ഒരു ട്രീയുടെ സ്ട്രക്ചറിനെ പറ്റിയാണ് ആദ്യം നമ്മൾ പഠിക്കുന്നത്. ഇവിടെ ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഇപ്പം ബേസ്ഡ് ഓൺ വിസിബിലിറ്റിയുടെ അടിസ്ഥാനത്തിൽ ആ ഒരു ട്രീനെ മാക്രോ സ്ട്രക്ചർ എന്നും മൈക്രോ സ്ട്രക്ചർ എന്നും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ബേസ്ഡ് ഓൺ വിസിബിലിറ്റിയുടെ അടിസ്ഥാനത്തിൽ മാക്രോ സ്ട്രക്ചർ എന്നും മൈക്രോ സ്ട്രക്ചർ എന്നും തിരിച്ചിട്ടുണ്ട്. അതിൽ മാക്രോ സ്ട്രക്ചറിനെ പറ്റിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. മാക്രോ സ്ട്രക്ചറിനെ പറ്റിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. പിത്തെന്ന പോർഷൻ മാർക്ക് ചെയ്തിരിക്കുന്നത് കണ്ടുവരാനും. പിത്തെന്ന പോർഷൻ, അതായത് ഈ പോർഷൻ ഏറ്റവും സെൻറ്ററിലുള്ള പോർഷനാണ്, ഇന്നർ മോസ്റ്റ് പാർട്ടാണ് പിത്ത്. സെൻറ്ററിലുള്ള ഇന്നർ മോസ്റ്റ് പാർട്ടാണ് പിത്തെന്ന് പറയുന്നത്. ദെൻ അടുത്ത് വരുന്നത് ഹാർട്ട് വുഡ് എന്ന് പറഞ്ഞാൽ ഈ പോർഷൻ ഹാർട്ട് വുഡ്, അതായത് ഇത് മുതൽ ഇതുവരെയുള്ള പോർഷനാണ് ഹാർട്ട് വുഡ് എന്ന് പറയുന്നത്. ഈ ഹാർട്ട് വുഡാണ് നമ്മൾ കൺസ്ട്രക്ഷൻ പർപ്പസിന് വേണ്ടിയിട്ടൊക്കെ എടുക്കുന്നത്. ഹാർട്ട് വുഡാണ്. ദെൻ അടുത്ത് നെക്സ്റ്റ് പറയുന്നത് സേപ്പ് വുഡ് എന്ന് പറഞ്ഞാൽ ഈ പോർഷനെയാണ് സേപ്പ് വുഡ് എന്ന് പറയുന്നത്. ദെൻ അടുത്തത് കാമ്പിയം ലെയർ ഇവിടെ മാർക്ക് ചെയ്ത് വിട്ടിട്ടുണ്ട്. അതാണ് കാമ്പിയം ലെയർ. ദെൻ അടുത്ത് വരുന്നത് ഇന്നർ ബാർക്ക് ഈ പോർഷനാണ് ഇന്നർ ബാർക്ക്. ദെൻ ഈ പോർഷനാണ് ഔട്ടർ ബാർക്ക്. ദെൻ ഒരു പാർട്ട് കൂടെയുണ്ട്, ആനുവൽ റിങ്സ് ഉണ്ട്. ആനുവൽ റിങ്സ് എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ കാണുന്നില്ല, ഇതാണ് ആനുവൽ റിങ്സ്. ദെൻ ഈ പിത്തിൽ എന്ന ക്യാമ്പിയം ലെയർ വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇതേപോലെ കുറേ റൈസ് പോവും, തിന്നായിട്ടുള്ള റൈസ് പോവും. അതിനെയാണ് മെഡുലറി റൈസ് എന്ന് പറയുന്നത്. അതിനെയാണ് മെഡുലറി റൈസ് എന്ന് പറയുന്നത്. പിത്ത് മുതൽ ക്യാമ്പിയം ലെയർ വരെയാണ് അത് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയുള്ള തിൻ ലെയറിനെയാണ് മെഡുലറി റൈസ് എന്ന് പറയുന്നത്. അപ്പം മാക്രോ സ്ട്രക്ചറിലുള്ള പാർട്സുകൾ ഏതൊക്കെയാണ്? പിത്തുണ്ട്, ഹാർട്ട് വുഡുണ്ട്, സാപ്പ് വുഡുണ്ട്, ക്യാമ്പിയം ലെയറുണ്ട്, ഇന്നർ ബാർക്കുണ്ട്, ഔട്ടർ ബാർക്കുണ്ട്. ഇനി ഇതിന് ഓരോന്നിനെ പറ്റി നമുക്ക് പഠിക്കാം. ആദ്യത് പിത്തിൻ്റെ മറ്റൊരു പേരാണ് മെഡുല. പിത്തല്ലെങ്കിൽ മെഡുല, പിത്തിൻ്റെ മറ്റൊരു പേരാണ് മെഡുല എന്ന് പറയുന്നത്. ഇന്നർ മോസ്റ്റ് പാർട്ടാണ് പിത്ത് എന്ന് പറയുന്നത്. ഒരു ടിമ്പറിൻ്റെ ഇന്നർ മോസ്റ്റ് ഏറ്റവും സെൻട്രലായിട്ടുള്ള പോർഷൻ, ഇന്നർ മോസ്റ്റ് പാർട്ടിനെയാണ് പിത്ത് അല്ലെങ്കിൽ മെഡുല എന്ന് പറയുന്നത്. പ്രൊവൈഡ് നൂറിഷ്മെൻ്റ് അറ്റ് യങ്ങർ ഏജ്. ഈ പിത്ത് എന്ന് പറയുന്ന പാർട്ടാണ് ഒരു ട്രീയുടെ അല്ലെങ്കിൽ ഒരു ടിമ്പറിൻ്റെ യങ്ങർ ഏജിൽ നൂറിഷ്മെൻറ്റ് കൊടുക്കുന്നത് പിത്ത് അല്ലെങ്കിൽ മെഡുലയാണ്. ഇറ്റ് ഡു നോട്ട് ടേക്ക് പാർട്ട് ഇൻ ആക്റ്റീവ് ഗ്രോത്ത് ഓഫ് ട്രീ. ഒരു ട്രീയുടെ ആക്റ്റീവ് ഗ്രോത്തിൽ ഇതിലൊരു പങ്കാളിത്തവും ഇല്ല. ഇറ്റ് ഡു നോട്ട് ടേക്ക് പാർട്ട് ആക്റ്റീവ് ഗ്രോത്ത് ഓഫ് ട്രീക്ക് ഒരു ബന്ധവുമില്ല. യങ്ങർ ഏജിൽ പിത്തെന്ന് പറയുന്നത് ഒരു ട്രീയുടെ യങ്ങർ ഏജിൽ നൂറിഷ്മെൻറ്റ് കൊടുക്കുന്നതാണ് പിത്ത് അല്ലെങ്കിൽ മെഡുല എന്ന് പറയുന്നതിൻ്റെ. ദെൻ അടുത്തതാണ് ഹാർട്ട് വുഡിൻ്റെ മറ്റൊരു പേരാണ് ഡുറാമൻ. ഡുറാമൻ എന്ന് അറിയപ്പെടുന്നു. ഇന്നർ മോസ്റ്റ് ആനുവൽ റിങ് സറൗണ്ടിങ് ദ പിത്ത്. ഹാർട്ട് വുഡ് എന്ന് പറഞ്ഞാൽ ഇന്നർ മോസ്റ്റ് ആനുവൽ റിങ്. ഹാർട്ട് വുഡ് എന്ന് പറഞ്ഞാൽ ഇത്രയും പോർഷനാണ് ഹാർട്ട് വുഡ്. ഈ പിത്ത് കഴിഞ്ഞുള്ള പോർഷൻ മുതൽ ഇത്രയും പോർഷനാണ് ഹാർട്ട് വുഡ് എന്ന് പറയുന്നത്. ഈ ഹാർട്ട് വുഡാണ് ഇന്നർ മോസ്റ്റ് ആനുവൽ റിങ് എന്ന് പറയുന്നത്. പറയുന്നതാണ് ഹാർട്ട് വുഡ്. അത് പിത്തിന് ചുറ്റും കാണും. പിത്തിന് ചുറ്റുമാണ് ഈ ഹാർട്ട് വുഡ് കാണപ്പെടുന്നത്. അത് ഡാർക്ക്, റിജിഡ്, സ്ട്രോങ് ആയിരിക്കും. റിജിഡ് ആയിരിക്കും, സ്ട്രോങ് ആയിരിക്കും, ദെൻ ഡ്യൂറബിൾ ആയിരിക്കും, യൂസ്ഡ് എൻജിനീയറിംഗ് പർപ്പസ്. ഹാർട്ട് വുഡാണ് നമ്മൾ എൻജിനീയറിംഗ് പർപ്പസിന് ഉപയോഗിക്കുന്നത്. എൻജിനീയറിംഗ് പർപ്പസിന് നമ്മൾ ഹാർട്ട് വുഡ് എന്ന പോർഷനാണ്, ടിമ്പറിൻ്റെ ഹാർട്ട് വുഡ് അല്ലെങ്കിൽ ഡുറാമൻ എന്ന പോർഷനാണ് നമ്മൾ എൻജിനീയറിംഗ് പർപ്പസിന് ഉപയോഗിക്കുന്നത്. ദെൻ അടുത്തതാണ് സാപ്പ് വുഡിൻ്റെ മറ്റൊരു പേരാണ് അൽബേർണം. സാപ്പ് വുഡ് എന്ന് പറഞ്ഞാൽ ഔട്ടർ ആനുവൽ റിങ് സിറ്റുവേറ്റഡ് ബിറ്റ്വീൻ ഹാർട്ട് വുഡ് ആൻഡ് കാമ്പിയം ലെയർ. സാപ്പ് വുഡ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇത്രയും പോർഷനാണ്
ഇത്രയും പോർഷനാണ് സാപ്പ് വുഡ് എന്ന് പറയുന്നത്. ഈ സാപ്പ് വുഡ് ഹെയർട്ട്വുഡിനും ക്യാമ്പിയം ലെയറിനും ഇടയിലാണ് കാണപ്പെടുന്നത്. ഹെയർട്ട്വുഡിനും ക്യാമ്പിയം ലെയറിനും ഇടയിലാണ് സാപ്പ് വുഡ് കാണപ്പെടുന്നത്. സാപ്പ് വുഡിൻ്റെ മറ്റൊരു പേരാണ് അൾബേർണം. ഇറ്റ് ഈസ് ലൈറ്റ് ഇൻ കളർ ആൻഡ് ലെസ് വെയിറ്റ്. അത് ലൈറ്റ് കളറായിരിക്കും, വെയിറ്റ് കുറവായിരിക്കും അതിനും. ദെൻ ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ റീസെൻറ്റ് ഗ്രോത്ത് ഓഫ് ട്രീയുടെ റീസെൻറ്റ് ഗ്രോത്തിന് റെസ്പോൺസിബിൾ ആണ് ഈ സാപ്പ് വുഡ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തതാണ് ക്യാമ്പിയം ലെയർ എന്ന് പറഞ്ഞാൽ തിൻ ലെയർ ഓഫ് സാപ്പ് ബിറ്റ്വീൻ സാപ്പ് ആൻഡ് ഇന്നർ ബാർക്ക്. ഈ ക്യാമ്പിയം ലെയർ എന്ന് പറഞ്ഞാൽ സാപ്പിൻ്റെ ഒരു തിൻ ലെയറാണ്. തിൻ ലെയർ ഓഫ് സാപ്പിൻ്റെ ഉള്ളൊരു തിൻ ലെയറിനെയാണ് ക്യാമ്പിയം ലെയർ എന്ന് പറയുന്നത്. അതായത് ഈ ക്യാമ്പിയം ലെയറിൽ സാപ്പ് ഉണ്ടാവും. സാപ്പ് എന്ന് പറഞ്ഞാൽ അറിയാം, കറ. ക്യാമ്പിയം ലെയറിൽ കറ ഉണ്ടാകും, അതായത് സാപ്പ് ഉണ്ടാവും. പക്ഷേ ഇത് സാപ്പ് വുഡായിട്ട് കൺവേർട്ട് ആവത്തില്ല. ബട്ട് സാപ്പ് ഈസ് നോട്ട് കൺവേർട്ട് ടു സാപ്പ് വുഡ്. സാപ്പ് വുഡായിട്ട് കൺവേർട്ട് ആകത്തില്ല ഏതിൽ? ക്യാമ്പിയം ലെയറിൽ. ദെൻ വെൻ ബാർക്ക് ഈസ് റിമൂവ്ഡ് ദ ക്യാമ്പിയം ലെയർ ഗെറ്റ് എക്സ്പോസ്ഡ് ടു അറ്റ്മോസ്ഫിയറിക് ഏജൻറ്റ് ആൻഡ് ഇവൻച്വലി ദ ട്രീ ഡൈസ്. അതായത് നമ്മൾ അതായത് ഇന്നർ ബാർക്കൊക്കെ ഔട്ടർ ബാർക്കൊക്കെ ഉണ്ട്, ആ ബാർക്ക് നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്യാമ്പിയം ലെയർ അറ്റ്മോസ്ഫിയറിക് ഏജൻറ്റുമായിട്ട് എക്സ്പോസ്ഡ് ആയിട്ട് ഈ ട്രീ ഡൈ ആവാൻ സാധ്യതയുണ്ട്. അതായത് നമ്മളിപ്പം മരം പട്ടുപോയി എന്നൊക്കെ പറയില്ലേ, അതേപോലെ ട്രീ ഡൈ ആവാൻ സാധ്യതയുണ്ട്. ക്യാമ്പിയം ലെയറിന് ബാർക്ക് റിമൂവ് ആയി കഴിഞ്ഞാൽ ക്യാമ്പിയം ലെയർ അറ്റ്മോസ്ഫിയറിക് ഏജൻറ്റുമായിട്ട് എക്സ്പോസ് ആയിട്ട് ആ ട്രീ ഡൈ ആവാൻ സാധ്യതയുണ്ട്. അതാണ് ക്യാമ്പിയം ലെയർ. അപ്പോൾ ക്യാമ്പിയം ലെയർ എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയി പോകുന്നതെന്ന് പറഞ്ഞാൽ ക്യാമ്പിയം ലെയർ പറഞ്ഞാൽ തിൻ ലെയർ ഓഫ് സാപ്പ് ബിറ്റ്വീൻ സാപ്പ് ആൻഡ് ഇന്നർ ബാർക്ക്. സാപ്പ് വുഡിനും ഇന്നർ ബാർക്കിനും ഇടയിലുള്ള പോർഷനെയാണ് ക്യാമ്പിയം ലെയർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തത് ഇന്നർ ബാർക്ക് എന്ന് പറഞ്ഞാൽ ഇന്നർ സ്കിൻ ഓർ ലെയർ ഫോർ പ്രൊട്ടക്റ്റിംഗ് ക്യാമ്പിയം ലെയർ. ക്യാമ്പിയം ലെയറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് ഇന്നർ ബാർക്ക്. ക്യാമ്പിയം ലെയറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഇന്നർ സ്കിൻ അല്ലെങ്കിൽ ലെയറിനെയാണ് ഇന്നർ ബാർക്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഔട്ടർ ബാർക്ക് എന്ന് പറഞ്ഞാൽ ട്രീനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഔട്ടർ സ്കിൻ അല്ലെങ്കിൽ ലെയറിനെയാണ് ഔട്ടർ ബാർക്ക് എന്ന് പറയുന്നത്. ഔട്ടർ ബാർക്കിൻ്റെ മറ്റൊരു പേരാണ് കോർട്ടക്സ്. ഓക്കെ, ദെൻ അടുത്തതാണ് മെഡുലറി റൈസ്. നേരത്തെ പറഞ്ഞു, തിൻ റേഡിയൽ ഫൈബറാണ് മെഡുലറി റൈസ്. എക്സ്റ്റെൻഡിങ് ഫ്രം പിത്ത് ടു ക്യാമ്പിയം ലെയർ. പിത്ത് മുതൽ ക്യാമ്പിയം ലെയർ വരെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കും മെഡുലറി റൈസ്. ഈ മെഡുലറി റൈസാണ് ഹെയർട്ട്വുഡിനും സാപ്പ് വുഡിനും ഉള്ള ആനുവൽ റിങ്സിനെ ഹോൾഡ് ചെയ്ത് നിർത്തുന്നത്. ഇറ്റ് ഹോൾഡ് ടുഗദർ ദ ആനുവൽ റിങ്സ് ഓഫ് ഹെയർട്ട്വുഡ് ആൻഡ് സാപ്പ് വുഡ്. ഹെയർട്ട്വുഡിനും സാപ്പ് വുഡിലുള്ള ആനുവൽ റിങ്സിനെ ഹോൾഡ് ചെയ്ത് നിർത്തുന്നത് ഈ മെഡുലറി റൈസ് ആണ്. ഓക്കെ, മെഡുലറി റൈസ് എന്ന് പറഞ്ഞാൽ പിത്ത് മുതൽ ക്യാമ്പിയം ലെയർ വരെയാണ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത് മെഡുലറി റൈസ്. ഈ മെഡുലറി റൈസാണ് ആനുവൽ റിങ്സിനെ ഹോൾഡ് ചെയ്ത് നിർത്തുന്നത്. ഓക്കെ, ദെൻ അടുത്ത് നമുക്ക് നോക്കേണ്ടതാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ടിമ്പർ ആണ് നെക്സ്റ്റ് ടോപ്പിക്ക്. ബേസ്ഡ് ഓൺ പൊസിഷൻ്റെ അടിസ്ഥാനത്തിൽ സ്റ്റാൻഡിങ് ടിമ്പർ എന്നും റഫ് ടിമ്പർ എന്നും കൺവേർട്ടഡ് ടിമ്പർ എന്നും തിരിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ടിമ്പർ ആണ് ബേസ്ഡ് ഓൺ പൊസിഷൻ്റെ അടിസ്ഥാനത്തിൽ സ്റ്റാൻഡിങ് ടിമ്പർ, റഫ് ടിമ്പർ, കൺവേർട്ടഡ് ടിമ്പർ എന്നിങ്ങനെ തിരിച്ചിട്ടുണ്ട്. സ്റ്റാൻഡിങ് ടിമ്പർ എന്ന് പറഞ്ഞാൽ ലിവിങ് ട്രീ. നമ്മുടെ പറമ്പിലൊക്കെ നിൽക്കുന്ന ലിവിങ് ട്രീനെയാണ് സ്റ്റാൻഡിങ് ടിമ്പർ എന്ന് പറയുന്നത്. റഫ് ടിമ്പർ എന്ന് പറഞ്ഞാൽ ഫെൽഡ് ട്രീ, അതായത് നമ്മൾ മുറിച്ചിട്ട ട്രീനെയാണ് റഫ് ടിമ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫെൽഡ് ട്രീ, മുറിച്ചിട്ട ട്രീനെയാണ് റഫ് ടിമ്പർ എന്ന് പറയുന്നത്. ദെൻ കൺവേർട്ടഡ് ടിമ്പർ അല്ലെങ്കിൽ ലംബർ. കൺവേർട്ടഡ് ടിമ്പറിൻ്റെ മറ്റൊരു പേരാണ് ലംബർ. അതെന്ന് പറയുന്നത് കൊമേഴ്സ്യൽ സൈസ് ആൻഡ് ഷേപ്പ്, അതായത് നമ്മൾ ടിമ്പറിനെ കൊമേഴ്സ്യൽ സൈസ് ആൻഡ് ഷേപ്പിലോട്ട് കൺവേർട്ട് ചെയ്യുമല്ലോ. അങ്ങനെ കൊമേഴ്സ്യൽ സൈസ് ആൻഡ് ഷേപ്പിൽ നമുക്കിപ്പോൾ ടിമ്പർ ഇപ്പം ഷോപ്പിൽ അവൈലബിൾ. അപ്പോൾ അങ്ങനെയുള്ളതിനെയാണ് കൺവേർട്ടഡ് ടിമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, കൺവേർട്ടഡ് ടിമ്പർ എന്ന് പറഞ്ഞാൽ കൊമേഴ്സ്യൽ സൈസ് ആൻഡ് ഷേപ്പിൽ നമുക്കിപ്പോൾ ടിമ്പർ അവൈലബിൾ ആണ്. അതിനെയാണ് കൺവേർട്ടഡ് ടിമ്പർ അല്ലെങ്കിൽ ലംബർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ക്ലാസിഫിക്കേഷൻ ഓഫ് കൊമേഴ്സ്യൽ ടിമ്പർ ആൻഡ് ദെയർ സോണൽ ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, ക്ലാസിഫിക്കേഷൻ ഓഫ് കൊമേഴ്സ്യൽ ടിമ്പർ ആൻഡ് ദെയർ സോണൽ ഡിസ്ട്രിബ്യൂഷൻ. അതിൻ്റെ IS കോഡ് വരുന്നത് IS 399/1963. ബേസ് വെച്ചിട്ടാണ് ഈ ക്ലാസിഫിക്കേഷൻ ഉള്ളത്. അതിൽ ബേസ്ഡ് ഓൺ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിനെ ബേസ് വെച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷൻ. അതിൽ ഗ്രൂപ്പ് A, ഗ്രൂപ്പ് B, ഗ്രൂപ്പ് C എന്നിങ്ങനെ തിരിച്ചിട്ടുണ്ട്.
മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി 12.5 kN/mm²-നെക്കാളും ഗ്രേറ്റർ ആയാൽ ഗ്രൂപ്പ് എ. ഓക്കെ, ഒന്നുകൂടെ പറയാം. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയുടെ ബേസ് വെച്ചിട്ടാണ് ഫസ്റ്റത്തെ ക്ലാസിഫിക്കേഷൻ. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി 12.5 kN/mm²-നെക്കാളും ഗ്രേറ്റർ ആയാൽ ഗ്രൂപ്പ് എയിൽ വരും. ദെൻ 9.8 to 12.5 kN/mm² ആയാൽ ഗ്രൂപ്പ് ബിയിൽ വരും. ഓക്കെ, 9.8 to 12.5 kN/mm² ആയാൽ ഗ്രൂപ്പ് ബിയിൽ വരും. ദെൻ 5.6 to 9.8 kN/mm² ആയാൽ ഗ്രൂപ്പ് സിയിൽ വരും. ഓക്കെ, 5.6 to 9.8 kN/mm² ഉള്ള ഗ്രൂപ്പ് സിയിൽ വരും. അതാണ് ബേസ്ഡ് ഓൺ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ദെൻ ബേസ്ഡ് ഓൺ അവൈലബിലിറ്റിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എക്സ്, വൈ, ഇസഡ് എന്നാണ് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ബേസ്ഡ് ഓൺ അവൈലബിലിറ്റി അടിസ്ഥാനത്തിൽ 3 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. എക്സ്, വൈ, ഇസഡ്. അതിൽ 1415 m³/ഇയർ അതിനേക്കാളും ഗ്രേറ്റർ ആയിട്ട് വന്നാൽ എക്സ് എന്ന വിഭാഗത്തിൽപ്പെടും. 355 to 1415 വന്നാൽ വൈ എന്ന വിഭാഗത്തിൽപ്പെടും. 355-നേക്കാളും ചെറുതായാൽ ഇസഡ് എന്ന വിഭാഗത്തിൽപ്പെടും. ഇതിൽ എക്സ് എന്ന് പറയുന്നത് മോസ്റ്റ് കോമൺ എന്ന് പറയാം, വൈ എന്ന് പറയുന്നത് കോമൺ എന്ന് പറയാം, ഇസഡ് എന്ന് പറയുന്നത് ലെസ് കോമൺ എന്ന് പറയാം. ഓക്കെ, അതാണ് ബേസ്ഡ് ഓൺ അവൈലബിലിറ്റി. ഓക്കെ, ദെൻ ബേസ്ഡ് ഓൺ ഡ്യൂറബിലിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് അടുത്ത ക്ലാസിഫിക്കേഷൻ. ബേസ്ഡ് ഓൺ ഡ്യൂറബിലിറ്റിയുടെ അടിസ്ഥാനത്തിൽ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഹൈ, മോഡറേറ്റ്, ലോ. ഓക്കെ, 120 മന്തിനേക്കാളും കൂടുതലാണെങ്കിൽ ഹൈ എന്ന വിഭാഗത്തിലും, 60 മുതൽ 120 മന്താണെങ്കിൽ മോഡറേറ്റ് എന്ന വിഭാഗത്തിലും, 60-നേക്കാൾ ലെസ് ആണെങ്കിൽ ലോ എന്ന വിഭാഗത്തിലും വരും. ഓക്കെ, അപ്പം 120 മന്തിനേക്കാളും കൂടുതലാണെങ്കിൽ ഹൈ, 60 മുതൽ 120 മന്താണെങ്കിൽ മോഡറേറ്റ്, 60-നേക്കാളും കുറവാണെങ്കിൽ ലോ എന്ന ക്ലാസിഫിക്കേഷനിൽ വരും. ഇനി ഈ ഡ്യൂറബിലിറ്റി ടെസ്റ്റ് നടത്തുന്നത് ഗ്രേവിയാർഡ് ടെസ്റ്റാണ്. ഡ്യൂറബിലിറ്റി ചെക്ക് ചെയ്യുന്നത് ഗ്രേവിയാർഡ് ടെസ്റ്റ് വെച്ചിട്ടാണ്. ഓക്കെ, ഡ്യൂറബിലിറ്റി ചെക്ക് ചെയ്യുന്നത് ഗ്രേവിയാർഡ് ടെസ്റ്റ് വെച്ചിട്ടാണ്. ഈ ഗ്രേവിയാർഡ് ടെസ്റ്റിന് ഉപയോഗിക്കുന്ന അപ്പാരറ്റസിൻ്റെ സൈസ് പഠിക്കണം. അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 24/2/2 ഇഞ്ചാണ്. 24/2/2 ഇഞ്ചാണ്. ഇനി സെൻറ്റിമീറ്ററിൽ പറയുകയാണെങ്കിൽ 60/5/5 സെൻറ്റിമീറ്റർ. 60/5/5 സെൻറ്റിമീറ്റർ. ഓക്കെ, അടുത്താണ് നമുക്ക് പഠിക്കാനുള്ളത് ക്ലാസിഫിക്കേഷൻ ഓഫ് ട്രീസ്. ഓക്കെ, ക്ലാസിഫിക്കേഷൻ ഓഫ് ട്രീസ് ആണ് അടുത്ത് നമുക്ക് പഠിക്കേണ്ടത്. ട്രീസിനെ പ്രധാനമായിട്ടും 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? എക്സോജീനിയസ് ആൻഡ് എൻഡോജീനിയസ്. ട്രീസിനെ പ്രധാനമായിട്ടും 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, എക്സോജീനിയസ് ആൻഡ് എൻഡോജീനിയസ്. അതിൽ എൻഡോജീനിയസ് എന്ന് പറഞ്ഞാൽ ഇൻവേർഡ് ഗ്രോത്ത് എലോങ് ലെങ്ത് വൈസ് ഡയറക്ഷൻ. ഇൻവേർഡ് ഗ്രോത്ത്, അതായത് ഇന്നർ സൈഡിലോട്ട് ഗ്രോത്ത് ആയി പോകും, ലെങ്ത് വൈസ് ഗ്രോത്ത് ആയി പോകും. അതിൻ്റെ എക്സാമ്പിൾ പറയുമ്പോൾ മനസ്സിലാവും. കോക്കനട്ട് ട്രീ, കെയിൻ, ബാംബു ഇതൊക്കെയാണ് എൻഡോജീനിയസിന് എക്സാമ്പിൾ. അതായത് നമ്മൾ തെങ്ങ്, മുള, ഷുഗർ കെയിനില്ലേ, അതൊക്കെ എൻഡോജീനിയസിന്. അത് നമ്മൾ നീളത്തിലാണത് വളർന്നു പോകുന്നത്. സൈഡിൽ നമ്മുടെ ഈ പ്ലാവ്, ചീലാന്തി അതുപോലെയൊന്നും സൈഡ് വൈസ് ഗ്രോത്ത് അല്ല, അത് ഇങ്ങനെ നീളം എലോങ് ലെങ്ത് വൈസ് ഡയറക്ഷനാണ് പോകുന്നത്. അപ്പോൾ അതാണ് എൻഡോജീനിയസ് വിഭാഗത്തിൽ വരുന്നത്. ഓക്കെ, ദെൻ അടുത്തതാണ് എക്സോജീനിയസ് എന്ന് പറഞ്ഞാൽ ഔട്ട്വേർഡ് ഗ്രോത്ത് ആണ് എക്സോജീനിയസ് എന്ന് പറയുന്നത്. ഈ എക്സോജീനിയസിൽ ആനുവൽ റിങ്സ് ആർ ഫോംഡ് ഇൻ എവരി ഇയർ. ഓരോ ഇയറിലും ആനുവൽ റിങ്സ് ഫോം ചെയ്യും. ഒരു ടിമ്പറിൻ്റെ ഏജ് അല്ലെങ്കിൽ ലൈഫ് ഡിറ്റർമിൻ ചെയ്യുന്നത് ഈ ആനുവൽ റിങ്സ് വെച്ചിട്ടാണ്. ഓക്കെ, ഒരു ടിമ്പറിൻ്റെ ഏജ് അല്ലെങ്കിൽ ലൈഫ് ഡിറ്റർമിൻ ചെയ്യുന്നത് ആനുവൽ റിങ്സ് വെച്ചിട്ടാണ്. ഈ എക്സോജീനിയസ് ടിമ്പർ അല്ലെങ്കിൽ ട്രീസ് ആണ് നമ്മൾ എൻജിനീയറിംഗ് പർപ്പസിനായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, എക്സോജീനിയസ് ട്രീസ് ആണ് നമ്മൾ എൻജിനീയറിംഗ് പർപ്പസിനായിട്ട് ഉപയോഗിക്കുന്നത്. ദെൻ നമുക്ക് ഈ എക്സോജീനിയസിനെ തന്നെ 2ആയിട്ട് വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, എക്സോജീനിയസിനെ തന്നെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. കോണിഫറസ് ആൻഡ് ഡെസീഡിയസ് എന്ന് പറയും. കോണിഫറസ് ആൻഡ് ഡെസീഡിയസ് എന്ന് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, കോണിഫറസ് ആൻഡ് ഡെസീഡിയസ് എന്ന് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഈ കോണിഫറസ് എന്ന് പറയുന്നത് എവർഗ്രീൻ ട്രീസ് എന്നൊക്കെ പറയാം. ഓക്കെ, കോണിഫറസ് എന്ന് പറയുന്നത് എവർഗ്രീൻ ട്രീസ് എന്ന് പറയും. ഈ കോണിഫറസ് എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ് വുഡ് ആയിരിക്കും.
കോണിഫറസ് സോഫ്റ്റ് വുഡ് ആയിരിക്കും. ഇതാണ് കോണിഫറസിന് ഒരു എക്സാമ്പിൾ, ഇതാണ് ഡെസിഡീസിന് എക്സാമ്പിൾ. ഓക്കെ, കോണിഫറസ് ഒരു സോഫ്റ്റ് വുഡ് ആയിരിക്കും. അത് നമുക്ക് എവർഗ്രീൻ ട്രീസ് എന്നൊക്കെ പറയാം. കോൺ ഷേപ്പ്ഡ് ലീവ്സ് ആയിരിക്കും അതിൽ വരുന്നത്. ഓക്കെ, കോൺ ഷേപ്പ്ഡ് ലീവ്സ് ആയിരിക്കും അതിൽ വരുന്നത്. ദെൻ അതിൽ ഈ കോണിഫറസിൽ നമുക്ക് ആനുവൽ റിങ്സ് ഡിസ്റ്റിങ്ക്റ്റ് ആണ്. ആനുവൽ റിങ്സ് കാണാൻ പറ്റും. ഇതാണ് ആനുവൽ റിങ്സ്, ഇങ്ങനെ കാണുന്നതാണ് ആനുവൽ റിങ്സ്. ഈ ആനുവൽ റിങ്സ് നമുക്ക് ഈ കോണിഫറസിൽ, അതായത് സോഫ്റ്റ് വുഡ് അല്ലേ, കോണിഫറസ് സോഫ്റ്റ് വുഡാണ്. സോ നമുക്കതിൽ ആനുവൽ റിങ്സ് കാണാൻ പറ്റും. പക്ഷേ മെഡുലറി റൈസ് നമുക്കിതിൽ കാണാൻ പറ്റില്ല. മെഡുലറി റൈസ് കോണിഫറസിൽ കാണാൻ പറ്റത്തില്ല. പക്ഷേ ഈ ഹാർട്ട് വുഡായ ഡെസിഡീസിൽ നമുക്ക് മെഡുലറി റൈസ് കാണാൻ പറ്റും. പക്ഷേ ആനുവൽ റിങ്സ് ഹാർഡ് വുഡിൽ കാണില്ല. ആനുവൽ റിങ്സ് ഹാർഡ് വുഡിൽ കാണില്ല. അതായത് ഡെസിഡീസിൽ ആനുവൽ റിങ്സ് കാണില്ല. ഡെസിഡീസ് ആണ് ഹാർഡ് വുഡ്. ആ ഡെസിഡീസിൽ ആനുവൽ റിങ്സ് കാണില്ല. അതിൽ മെഡുലറി റൈസ് കാണാൻ പറ്റും. പക്ഷേ സോഫ്റ്റ് വുഡ്, അതായത് കോണിഫറസിൽ നമുക്ക് ആനുവൽ റിങ്സ് കാണാൻ പറ്റും. അതിൽ നമുക്ക് മെഡുലറി റൈസ് കാണാൻ പറ്റില്ല. ഓക്കെ, ദെൻ അടുത്ത കുറച്ച് പോയിന്റ് ഉള്ളത്, കോണിഫറസ് എന്ന് പറഞ്ഞാൽ എവർഗ്രീൻ ട്രീസ് ആണ് പറഞ്ഞു. കോണിഫറസ് എന്ന് പറഞ്ഞാൽ എവർഗ്രീൻ ട്രീസ് ആണ്. കോൺ ഷേപ്പ്ഡ് ലീവ്സ് ആണ് അതിൽ വരുന്നത്. റെസിനസ് ആണ്, അതിൽ കറയുണ്ട്. റെസിനസ് ആണ്, കറയുണ്ട്. അത് ലൈറ്റിൻ കളറാണ്, നമുക്കിവിടെ കാണാൻ കഴിയും. അത് ലൈറ്റിൻ കളറാണ്. ദെൻ ആനുവൽ റിങ്സ് ആർ ഡിസ്റ്റിങ്ക്റ്റ് ആണ് നമ്മൾ പറഞ്ഞു. മെഡുലറി റൈസ് ആർ ഇൻഡിസ്റ്റിങ്ക്റ്റ് ആണ്. വീക്കാണ്, ലൈറ്റ് ഇൻ വെയിറ്റ് ആണ്. ദെൻ സോഫ്റ്റ് വുഡ് ആണ്. പിന്നെ സ്ട്രോങ് എലോങ് ദ ഗ്രെയിൻ, അതായത് എലോങ് ദ ഗ്രെയിൻ എന്ന് പറഞ്ഞാൽ ഗ്രെയിനിന് പാരലൽ ഡയറക്ഷൻ ആയിരിക്കും. ഗ്രെയിനിൻ്റെ പാരലൽ ഡയറക്ഷൻ ആയിരിക്കും. ആ എലോങ് ദ ഗ്രെയിനിലായിരിക്കും ഈ കോണിഫറസ് സ്ട്രോങ് ആയിരിക്കുന്നത്. ദെൻ സ്ട്രോങ് ഇൻ ടെൻഷനിൽ അത് സ്ട്രോങ് ആയിരിക്കും. വീക്ക് ഇൻ കംപ്രഷൻ ആൻഡ് ഷിയർ, കംപ്രഷനിലും ഷിയറിലും വീക്ക് ആയിരിക്കും. അതിന് എക്സാമ്പിളായിട്ട് വരുന്നത് പൈൻ, ചെർ, ഫിർ, കെയിൽ, ഡിയോഡർ. പൈൻ, ചെർ, ഫിർ, കെയിൽ, ഡിയോഡർ ആണ് കോണിഫറസിന് എക്സാമ്പിൾ. എക്സോജീനസിൻ്റെ ക്ലാസിഫിക്കേഷനാണ് കോണിഫറസ് ആൻഡ് ഡെസിഡ്യൂസ്. അതിൽ കോണിഫറസിന് എക്സാമ്പിളാണ് പൈൻ, ചെർ, ഫിർ, കെയിൽ, ഡിയോഡർ. ഓക്കെ, ഇതിന് അടുത്തതാണ് ഡെസിഡീസ് എന്ന് പറഞ്ഞാൽ ബ്രോഡ് ലീവ്സ് ആണ്. ഡെസിഡീസിന് ബ്രോഡ് ലീവ്സ് ആണ്. അതായത് നമ്മൾ ഡെസിഡീസ് എന്ന് പറഞ്ഞാൽ ബ്രോഡ് ലീവ്സ് ആണ്. നോൺ റെസിനസ് ആണ്. അതിൽ അങ്ങനെ കൂടുതലായിട്ട് കറയൊന്നും കാണത്തില്ല. ഡാർക്ക് ഇൻ കളറാണ്. ആനുവൽ റിങ്സ് ആർ ഇൻഡിസ്റ്റിങ്ക്റ്റ്. ആനുവൽ റിങ്സ് കാണാൻ കഴിയത്തില്ല, ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് കാണാൻ കഴിയത്തില്ല. മെഡുലറി റൈസ് ആർ ഡിസ്റ്റിങ്ക്റ്റ്. മെഡുലറി റൈസ് നമുക്ക് നന്നായിട്ട് കാണാൻ കഴിയും. അത് സ്ട്രോങ് ആണ്, റിജിഡ് ആണ്, ഹാർഡ് വുഡാണ്. ഇനി ഈ ഡെസിഡേഴ്സ് എലോങ് ദ ഡയറക്ഷനും എക്രോസ് ദ ഗ്രീൻ ഡയറക്ഷൻ ആയാലും സ്ട്രോങ് ആണ്. എലോങ് ഡയറക്ഷനിലും എക്രോസ് ഡയറക്ഷനിലും സ്ട്രോങ് ആണ്. ദെൻ ടെൻഷനിലും കംപ്രഷനിലും ഷിയറിലും സ്ട്രോങ് ആണ്. നമ്മൾ ഡെസിഡേഴ്സ് ആണ് എഞ്ചിനീയറിംഗ് പർപ്പസിന് മോസ്റ്റ്ലി ആയിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, മോസ്റ്റ്ലി യൂസ്ഡ് എഞ്ചിനീയറിംഗ് പർപ്പസിന് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഡെസിഡേഴ്സ് ആണ്. അതിന് എക്സാമ്പിളാണ് ഓക്ക്, ടീക്ക്, സാല്, മഹാഗണി, ബാബുൾ. ഓക്കെ, ഓക്ക്, ടീക്ക്, സാല്, മഹാഗണി, ബാബുൾ, ഇതൊക്കെയാണ് ഡെസിഡേഴ്സിന് എക്സാമ്പിൾ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. ദെൻ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പ്രോസസ്സിങ് ഓഫ് ടിമ്പർ, അതിൻ്റെ ഡിഫക്റ്റ്, കൺവേർഷൻ ഡിഫക്റ്റ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്.